ജിജു നീയാ? ഏയ് അവരെവിടെ? എങ്ങോട്ടാ നീ അവരെ അയച്ചത്? ആരെ പറ്റിയാ നിങ്ങൾ ഈ പറയുന്നേ? നിനക്ക് അറിയില്ല അല്ലേ? ശക്തിയാണോ? ഏതോ ഒരു പെണ്ണിന്റെ ഒപ്പം വന്നിരുന്നു. അവൻ എന്തൊരു ഫ്രോഡാന്നറിയോ? ഞാൻ അയച്ച മെസ്സേജ് എല്ലാം പുറത്ത് കാണിക്കൂന്ന് പറഞ്ഞ് 1,00,000 രൂപ വാങ്ങിയിട്ട് പോയി. മെസ്സേജ് അവനല്ലല്ലോ അയച്ചത്, എനിക്കല്ലേ അയച്ചത്. അതെയല്ലേ, ഞാനതപ്പോ ഓർത്തില്ല. അത് കുഴപ്പമില്ല, എനിക്കൊരു 50,000 തന്നേക്ക്. എന്തിന്? മെസ്സേജസിന് വേണ്ടി. 1,00,000 രൂപ കൊടുത്തല്ലേ? മെസ്സേജസ് ഇപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്റെ കയ്യിൽ പണമില്ല. നീ നല്ലവനാന്നാ വിചാരിച്ച്, നീയും കള്ളനാ. ഞാൻ കള്ളൻ തന്നെയാ, പക്ഷെ അവൻ വളരെ നല്ലവനാ. ഇതിൽ നിന്ന് എനിക്കെന്താ മനസ്സിലായത്? എന്റെ ഭർത്താവിനല്ലാതെ വേറെ ആർക്കും മെസ്സേജ് അയക്കാൻ പാടില്ലെന്ന് മനസ്സിലായി. ശരി, കഥ കടച്ചേക്ക്. ഈ കാലം അത്ര നല്ലതല്ല കേട്ടോ. വരട്ടെ. ചെറി എൻ്റെ ഫ്രണ്ടാ. എനിക്ക് ചെറിയൊരു സഹായം വേണം. ഇപ്പം ഞാൻ ഇറങ്ങിയിരിക്കുന്ന കാര്യം കുറച്ച് വലുതാന്ന് എനിക്കറിയാം. ഇതിൽ ഞാൻ ജയിക്കുകയോ തോക്കുമോന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ലൈഫിലെ ഫസ്റ്റ് ടൈം ഒരു നല്ല കാര്യത്തിന് കൂട്ടുവെക്കുന്നതിൻ്റെ ഒരു സന്തോഷം നിനക്ക് എന്തായാലും ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല ബോസ്, നിങ്ങൾ നല്ലവനാ, നിങ്ങൾ ജയിക്കും. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ബോസ്? നല്ലവനെ സിനിമകളിൽ മാത്രമേ ജയിക്കാറുള്ളൂ. ജീവിതത്തിൽ പക്ഷേ അധ്വാനിക്കുന്നവനാണ് ജയിക്കുന്നത്. കുറച്ച് ഭാഗ്യം കൊണ്ടേണ്ടത് നന്നായി. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫറാണ് നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവനെ നമുക്ക് പിടിക്കാൻ പറ്റിയത്. അവൻ വഴി അവൻ്റെ ഗ്യാങ് മൊത്തവും നമുക്ക് പുറത്തെത്തിക്കാം. ഇൻഫർമേഷൻ കറക്റ്റാണോ? അവൻ എന്തായാലും ആ റെസ്റ്റോറൻറ്റിലേക്ക് വരില്ലേ? ഹലോ, അവൻ വരുന്നുണ്ട്. വരുന്നുണ്ടെന്നോ? അതൊക്കെ തുടങ്ങിക്കോ.
പിന്നെന്തൊക്കെയാ ഡൽഹിക്ക് എപ്പോഴാ പോകുന്നത്? എന്തിനാ? നിനക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വന്നില്ലേ? എന്താ നീ പറയുന്നേ? എനിക്ക് നേരത്തെ കല്യാണമായി, അറിയില്ലേ? എനിക്കും കല്യാണമായി. 1 വീക്കിനുള്ളിൽ UK-ക്കുള്ള വിസയും വരും. എന്നാലും അതൊക്കെ വിട്ടിട്ട് നിന്റെ കൂടെ വന്നതാ. ദേ നോക്ക്, ഈ വിഷയം വീട്ടിലറിഞ്ഞ എന്തുണ്ടാവുമെന്നറിയോ? അവരെന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിന്നെ വേണം, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഫാമിലി ഇമ്പോർട്ടൻ്റ്. ഞാൻ എന്തായാലും വരില്ല. വരാൻ പറ്റില്ലേ? വരാൻ പറ്റില്ലേന്ന്? എന്നാ ശരി, നാളെ നമ്മുടെ സ്പോട്ടില് 6 o'clock വരെ നിന്നെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുശേഷം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ആയിരിക്കും കാരണം. മൈൻഡ് ഇറ്റ്. ഏയ് അജിത, പറയുന്നത് കേക്ക്. നിക്ക്. ഏയ് ഓടാ. ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവരിവിടെ തന്നെ ഉണ്ട്, നോക്കിക്കൊണ്ടിരിക്കുക. നീ അവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങിക്കോ, ഞാൻ ഫോളോ ചെയ്തോളാം. ഓക്കെ? ഇനി അവൻ വരാനൊന്നും പോണില്ല. അവന്റെ ആഗ്രഹമൊക്കെ കഴിഞ്ഞില്ലേ? ശരി, പോയിട്ട് പെട്ടെന്ന് വാ. മിഷൻ കഴിഞ്ഞോട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. അതെ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേക്ക്. നീ എന്താടാ പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? ഒരുത്തൻ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഞാൻ പറയുന്നത് കേക്ക്. എൻ്റെ പുറകിൽ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. ഹലോ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേക്ക്. ഏയ്, എവിടേക്കാണ് ഈ ഓടുന്നത്? നിക്കണേ, നിക്കാൻ. ഡാ, നീ ഇപ്പൊ എവിടെ? ഏയ്, ആരാ? വഴിയിൽ നിന്ന് അകത്തേക്ക് മാറ്. പോരുന്നതല്ല പറഞ്ഞേ. ഏയ്, ഏയ്, നീ ആരടാ? ഏയ്, അകത്ത് പോരുന്നത്. ആ മാറി നിൽക്കുന്ന നിനക്ക് നല്ലത്. എടി, എന്തിനാടി എന്നെ ഇങ്ങനെ ഓടിക്കുന്നേ? വാ 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 വാ. കിട്ടിയല്ലോ നിന്നെ. ആരാടി നീ? Leave me. കാര്യം എന്തെന്ന് പറയടി. എടീ, നിന്നെ ഞാൻ കൊന്നുകളയടി. പറയടി, നീ ആരാ? ആരെന്ന് പറയടി. ഏയ്, നീ ആരെന്ന് പറ. വിട്. ഏയ്, ഇങ്ങോട്ട് നോക്കടി. ഈ ഒറ്റ കൈ മതി നീ അങ്ങോട്ട് റേപ്പ് ചെയ്യാൻ. എന്നെ വിട്. നീ ആരാന്ന് പറയടി. സാർ, സാർ, ഒരു മിനിറ്റ് ആ ഫോണൊന്ന് തരുമോ സാർ? ഒരു കോൾ ചെയ്യാനാ സാർ. എന്റെ സ്റ്റേഷനിൽ ഇവന്റ് അഴിഞ്ഞാട്ടം എന്താ? സാർ, നിങ്ങൾ ASI ആയിരിക്കുമ്പോൾ അയാൾ SI ആ. നിങ്ങൾ SI ആയിരുന്നപ്പോൾ അയാൾ SI ആ. നിങ്ങൾ CI ആയി കഴിഞ്ഞപ്പോഴും അയാൾ SI തന്നെയാ. ഒരു 10 മിനിറ്റ് വിട്ടുകൊടുക്കുന്നേ.
ഒരൊറ്റ കോൾ ചെയ്താൽ മതി സർ. സർ പ്ലീസ് സർ ഒന്ന് മനസ്സിലാക്കുക സർ. സാർ സർ പ്ലീസ് സർ, പ്ലീസ് സർ.